AISF കട്ടപ്പന DE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലുള്ള ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ചും ധർണയും നടത്തി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. CPI കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ITI പഠിക്കലുള്ള ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗത്തിൽ AISF ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡെൽവിൻ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അസ്ലം ഷാ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുവാൻ കണ്ടുപിടിച്ച ശ്രമങ്ങളാണ് കേന്ദ്ര BJP സർക്കാർ നടത്തുന്നതെന്നും PM ശ്രീ പദ്ധതിയിലൂടെ ഇവ നടപ്പിലാക്കുവാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ UDF സർക്കാർ ഇതിന് എല്ലാ പിന്തുണയും നൽകുക വഴി സംഘപരിവാർ ശക്തികൾക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അസ്ലം ഷാ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വിദ്യാർത്ഥികൾക്ക് അവകാശങ്ങളായി നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ സുഗമമായി വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കേണ്ട നിരവധിയായ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ആ സർക്കാരിൻ്റെ മുന്നിൽ ആ വിവിധങ്ങളായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് 50 ആവശ്യങ്ങൾ ഉന്നയിച്ച ഒരു അവകാശ പത്രിക ഈ കേരള സംസ്ഥാന സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വർത്തമാനകാല നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുവാൻ വേണ്ടി തയ്യാറാകുന്ന PM ശ്രീ എന്ന പദ്ധതി, ആ പദ്ധതി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാവ്യവൽക്കരിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല, അതിന് പിന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ആവശ്യം. ആ PM ശ്രീ പദ്ധതി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച കാലഘട്ടത്തിലും ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ഭരിച്ച കാലഘട്ടത്തിലും AISF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കാൻ നിലപാടെടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ ആവശ്യമായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് PM ശ്രീയെ കടന്നു വരുവാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് AISF ആവശ്യപ്പെടുന്നത്. ഒട്ടനവധിയായ വിഷയങ്ങൾ നിരവധിയായ മേഖലകളിൽ ഇപ്പോൾ SPCയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ അവിടെ നിന്ന് പണം പിരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യം, കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നിന്ന് K-ഫോണിൽ നിന്ന് പണം പിരിക്കാനുള്ള സാഹചര്യം, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നടന്നു വരുന്നുണ്ട്. അതിനെല്ലാം എതിരായിട്ടാണ് ഇത്തരത്തിൽ അവകാശ പത്രിക സമർപ്പിച്ചുകൊണ്ട് കേരള സർക്കാരിന് മുന്നിൽ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവകാശ പത്രിക മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് കഴിഞ്ഞ 2 മാസം കൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടന്ന സംഭവവികാസങ്ങൾ? കേരളത്തിൽ ഗവർണറോട് മല്ലുപിടിക്കാനില്ല എന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുകൊണ്ട് ഒരു പാവത്താനെ പോലെ ഇരുന്നു കൊണ്ട് എല്ലാത്തിനും സംഘപരിവാർ അജണ്ടകൾ കേരളത്തിലെ സർവകലാശാലകളിലേക്ക് അവരുടെ പ്രതിനിധികളെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ ഞാൻ അതിലൊന്നും ഇടപെടാൻ സാധിക്കുന്നില്ല, അതിലൊന്നും ഇടപെടാൻ ഞാനില്ല, അവരെന്തെങ്കിലും ഇഷ്ടമുള്ളതുപോലെ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈയും കെട്ടി നോക്കിയിരിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ കേരളത്തിലുള്ളത്. കേരളത്തിന് നിരവധിയായ സർവകലാശാലകളിലേക്ക് സംഘപരിവാർ അജണ്ടകളുള്ളവരെ തിരികെ കയറ്റുവാൻ ശ്രമങ്ങൾ നടത്തുന്നു. ഇതാ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടന തന്നെ ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് തന്നെ മുഖ്യമന്ത്രിയോട് മല്ലിടുന്ന ഒരു ദയനീയമായ സാഹചര്യം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളും ഈ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുമ്പോൾ അതിനെതിരായി ഉജ്ജ്വലമായ പോരാട്ടം ഈ കേരളത്തിന്റെ മണ്ണ് ആര് ഭരിച്ചാലും അതിനെതിരായി വിദ്യാർത്ഥിപക്ഷ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നയിക്കുവാൻ
AISF എന്ന വിദ്യാർത്ഥി സംഘടന ഉണ്ടാകും. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിലും ഈ കേരളത്തിലെ മണ്ണിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന കേരള മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനുമെതിരായിട്ട് നിരവധിയായ പ്രക്ഷോഭങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. AIYF ജില്ലാ സെക്രട്ടറി ആനന്ദ് വിളയിൽ, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽകുമാർ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു. AISFന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള RSSന്റെ സംഘപരിവാരത്തിന്റെ ശ്രമങ്ങൾക്കെതിരെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ AISFന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുക, കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വളരെ സുശക്തമായി പ്രവർത്തിച്ച ഒരു വിഭാഗമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വിഭാഗം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വിഭാഗവും ഉന്നത വിദ്യാഭ്യാസ വിഭാഗവും. എന്നാൽ ആ ഭരണത്തിൻ്റെ അവസാന കാലയളവിൽ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി SSIക്ക് ഫണ്ട് നൽകണമെങ്കിൽ PM ശ്രീയിൽ ഒപ്പിട്ടേ പറ്റൂ എന്ന വാശി കേന്ദ്ര സർക്കാർ പിടിച്ചപ്പോൾ ആ PM ശ്രീയിലേക്ക് ഒപ്പിടുന്ന തരത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ പോയപ്പോൾ അതിനെതിരെ വലിയ തരത്തിലുള്ള സമരം നടത്തിക്കൊണ്ട് തെരുവീതികളിലേക്ക്, കമ്പോളങ്ങളിലേക്ക് ഇറങ്ങി വന്ന പ്രസ്ഥാനമാണ് AISF എന്ന് പറയുന്നത്. അത് ഓരോ AISFകാരനും വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു വെക്കാൻ കഴിയുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് AISF ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ നടത്തിയ സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ് PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന സമീപനം കേരളത്തിലെ സർക്കാരിന് സ്വീകരിക്കേണ്ടി വന്നത്. P. നിർദ്ദീഷ്, G. സ്നേഹ, മോക്ഷ സത്യനാഥ്, രാഹുൽ രാജൻ എന്നിവർ പ്രകടനത്തിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.